ഹായ്, നിങ്ങൾ യു പി എസ് സി സിലബസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പലരും പല സ്റ്റേജസിലായിട്ടാണ് അവരുടെ പ്രിപ്പറേഷൻ ടൈമിൽ യു പി എസ് സി സിലബസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആൻഡ് ഏറ്റവും ആദ്യം ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഐ എം വിനായക്, ദിസ് യു പി സി വേൾഡ്, ആൻഡ് ലെറ്റ് മീ ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് ഐം ഗോണ ഡു നൗ. എ ഡിസ്ക്ലൈമർ ഇസ് ദാറ്റ് എന്നെക്കാളും വൃത്തിക്കും എന്നെക്കാളും ഷോർട്ടായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോനുള്ളിൽ എല്ലാ സിലബസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല ഫാക്കൽറ്റീസ് ഉണ്ടാകും. പക്ഷേ എൻ്റെ ഇന്നത്തെ അറ്റംപ്റ്റ് സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്തുകൊണ്ടാണ് സിലബസ് നിങ്ങൾ മനസ്സിലാക്കിയത്, സിലബസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഐ വാണ്ട് ടു ഇമാജിൻ നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റാർട്ട് ചെയ്തപാട് നിങ്ങൾക്കറിയാം ന്യൂസ് പേപ്പർ വായിക്കണം. നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേ ഒരു 1-2 മണിക്കൂറൊക്കെ എടുത്തിരുന്ന് വായിച്ചിട്ടും നിങ്ങൾക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണ്. വായിക്കുന്ന എല്ലാ പോയിന്റും, ട്രംപിനെ കാണുമ്പോൾ നമുക്ക് വരയിടാൻ വേണ്ടി തോന്നും, മാർക്ക് ചെയ്യാൻ വേണ്ടി തോന്നും. ഇറാൻ കാണുമ്പോൾ തോന്നും. അതുപോലെ തന്നെ എല്ലാ ഇൻ്റർനാഷണൽ നാഷണൽ ഇഷ്യൂസും, മോദിജീനെ കാണുമ്പോൾ അതും ഇതാക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് പോകും. നമ്മൾ നോക്കുമ്പോൾ 2-2.5 മണിക്കൂറായി നമ്മൾ പേപ്പർ വായിക്കുന്നു. പക്ഷെ നമ്മൾ ടോപ്പേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇത് അവർ 1 മണിക്കൂറിൽ വായിച്ച് തീർക്കാണ്. നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ അങ്ങനെ ചിലപ്പോൾ 1-2 വായിച്ച് നോക്കുകയാണ്, പക്ഷെ സ്റ്റിൽ നമുക്ക് 2 hours എടുക്കാണ്. സെയിം നമ്മൾ NCERT എടുത്തു, NCERT വായിക്കാൻ വേണ്ടി തുടങ്ങി. NCERT വായിച്ച് നമ്മൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കാണുന്നത്. ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ഡൗട്ട് അടിക്കും. നമ്മൾ വീണ്ടും പോയി നോക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സിനുള്ളിൽ കാണും, ഈ ഒരു സാധനം ചോദിച്ചിട്ടുണ്ടല്ലോ, ഈ ബോക്സിലെ കാര്യമാണ് ചോദിച്ചത്. നമ്മൾ ഇതിന് ബോക്സൊക്കെ പിൻ പോയിന്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ കാണും പാരഗ്രാഫിലെ കാര്യങ്ങൾ ചോദിച്ചു. വീണ്ടും നമുക്ക് കൺഫ്യൂഷനായി, നമ്മൾ ഈ പഠിച്ചതൊക്കെ വേസ്റ്റ് ആണോ, ഇനി NCERT വീണ്ടും 5-6 വട്ടമൊക്കെ വായിച്ചു നോക്കിയാലാണോ മനസ്സിലാകുക, ഇത് ബോറടിക്കുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നും. അതുപോലത്തെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നും, ഭയങ്കര എഫേർട്ടുള്ള പോലെ തോന്നും. ആൻഡ് ഈ ഒരു 2 സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പലരും UPSC പ്രിപ്പറേഷൻ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യാൻ വരെ തീരുമാനിക്കും. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചെറിയ കാര്യമായിട്ട് പോലും എനിക്ക് ഇത്രത്തോളം ഇതാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല തോന്നും. ഈ പറഞ്ഞ 2 ഇഷ്യൂസും ഇതല്ലാതെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജിൽ വരുന്ന എല്ലാ ഇഷ്യൂസിനുമുള്ള കോർ റീസൺ നമ്മൾ സിലബസ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തോടെ ന്യൂസ് പേപ്പറിലെ ന്യൂസുകളാണെങ്കിലും NCERT അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സിലെ കണ്ടന്റുകളാണെങ്കിലും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മാത്രം പഠിക്കാനും വേണ്ടാത്തത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ക്രോസ് ഔട്ട് ചെയ്യാനും വേണ്ടി പറ്റും. ഒരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പല പേജസിലും 1-2 ഇമ്പോർട്ടൻ്റ് ആയ UPSC റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് മനസ്സിലാക്കണം. ഇനി വളരെ പെട്ടെന്ന് ഞാൻ എക്സാമിൻ്റെ സ്ട്രക്ചർ ഒന്ന് ആദ്യം പറഞ്ഞു പോകാം. പ്രിലിംസിൽ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഒരു ദിവസമാണ് നടക്കുന്നത്. ഫസ്റ്റ് പേപ്പർ നമുക്ക് കട്ട് ഓഫ് ഉണ്ടാകും, ആൾക്കാർ എഴുതിയതിനനുസരിച്ച് മാർക്ക് അനുസരിച്ചിട്ടുമായിരിക്കും ആ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യാം. സെക്കൻഡ് പേപ്പർ CSAT-ൻ്റെ ആണ്, മാത്തമാറ്റിക്കൽ റീസണിങ് വരുന്ന പേപ്പറാണ്. ആ പേപ്പറിൽ ഒരു 33% അതായത് 66, 67, 68 മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാസ്സായെന്ന് പറയാം. ആൻഡ് ഈ സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പേപ്പർ പാസ്സായ പോലും നമ്മുടെ ഇത് കണക്ക് പറയാം. ആൻഡ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് വരുന്ന ഒരാൾ നെക്സ്റ്റ് സ്റ്റേജിൽ മെയിൻസിന് വേണ്ടി വരികയാണ്. മെയിൻസിൽ ഒരു essay പേപ്പർ, 2 ലാംഗ്വേജ്, ഒന്ന് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം, മറ്റേത് ഇംഗ്ലീഷ്, പിന്നെ 4 ബാക്കി പേപ്പേഴ്സ്, GS-ൻ്റെ 4 പേപ്പേഴ്സും ഓപ്ഷനിലെ 2 പേപ്പറാണ് വരുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് അടുത്ത ഇൻ്റർവ്യൂവിലേക്ക് എത്തുന്നത്. സോ ജനറൽ സ്റ്റഡീസ് പേപ്പർ, അതായത് പ്രിലിംസിലെ ഫസ്റ്റ് പേപ്പറിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 സബ്ജക്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്: ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി ആൻഡ് ജോഗ്രഫി. ഇത് അല്ലാതെയാണ് എൻവയോൺമെൻറ്റും സയൻസ് ആൻഡ് ടെക്കും വരുന്നത്. സോ ഇതിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു PDF ഞാൻ എൻ്റെ ടെലഗ്രാമിലേക്ക് ഇടാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ആദ്യം പറഞ്ഞ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരിക. സോ ഈ പറഞ്ഞിരിക്കുന്ന സിലബസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണോ എന്ന് നമ്മൾ ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ട് വേണം അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലോ ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏൻഷ്യൻറ്റും മിഡീവലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് പ്രിലിംസിൽ വരുന്നത്. അതേസമയം മെയിൻസിൽ നോക്കുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും കൂടി വരും. സോ ഈ 2 കമ്പാരിസണും കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ സിലബസിലൂടെ കടന്നുപോയേ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2ഉം കൂടി ഓവർലാപ്പ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം ഈ ഒരു ടോപ്പിക്ക് എനിക്ക് മെയിൻസിൽ വരുന്നതാണ്, ഈ ഒരു ടോപ്പിക്ക് എനിക്ക് പ്രിലിംസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രം, മെയിൻസിന് വേണ്ടി മാത്രം ആയി എല്ലാം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വർഷം എടുത്തുനിന്ന് വരും. അടുത്തത് നമ്മൾ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ, ജോഗ്രഫിയിൽ നമ്മൾ ഇന്ത്യയിലുള്ള പല ജോഗ്രഫിക്കലായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും, വേൾഡിലുള്ള പല ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളും, അതല്ലാതെ
തിയററ്റിക്കലായിട്ട് വരുന്ന ജോഗ്രഫിയിലെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. അതായത് വിൻഡും ഓഷ്യൻ കറൻസും അങ്ങനെ പല കാര്യങ്ങളും. സോ ഇങ്ങനെ രണ്ട് ഇതായിട്ടുള്ളതാണ് പഠിക്കുന്നത്. ഇതിൽ നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള ഭാഗമാണ് കുറച്ചും കൂടി എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റേ കാര്യങ്ങൾ എപ്പോഴും ഡൈനാമിക്കായിട്ട് കറണ്ട് അഫയേഴ്സിൽ വന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സാധനം പഠിക്കണോ വേണ്ടി ഒന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ ഇന്ത്യയിലുള്ള ഒരു മൗണ്ടൻ ഈ പറഞ്ഞ ന്യൂസിൽ കറക്റ്റ്ലി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ. സോ അങ്ങനെ നമ്മൾ റിലേറ്റഡ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. എക്കോണമി എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് തോന്നാം പ്യൂർലി എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ അല്ല, ഇന്ത്യയിലെ ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അനുസരിച്ച് വരുന്ന എക്കണോമിക് ആയ ചോദ്യങ്ങളാണ് വരിക. അതായത് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ റിലേറ്റഡും മോണിറ്ററി പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ ബാങ്കിൻ്റെ കുറേ കാര്യങ്ങളും ഒക്കെ ചോദിക്കും. സോ ആ സാധനങ്ങളാണ് എക്കോണമിയിൽ വരുന്നത്. പിന്നെ എക്കോണമിയുടെ ഭാഗം തന്നെയാണ് അഗ്രികൾച്ചർ. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ മെയിൻസിന് വേണ്ടി എക്കോണമി വരുമ്പോൾ കൂടുതലും അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസും കൂടി കണക്ട് ചെയ്തിട്ട് വരുന്ന എക്കോണമി ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു ഡിഫറൻസ് ആണ് പ്രിലിംസും മെയിൻസും തമ്മിലുള്ളത്. അടുത്തതായിട്ട് പൊളിറ്റി പറയുമ്പോൾ നമുക്ക് തോന്നാം ലക്ഷ്മികാന്ത് മുഴുവൻ വായിക്കണം. പക്ഷേ ലക്ഷ്മികാന്ത് കംപ്ലീറ്റ് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 2 കൊല്ലം എടുത്തത് വായിക്കണമെന്നല്ലാതെ അത് തീരാനും പോകുന്നില്ല. ഇനിയിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ റിവിഷന് വേണ്ടി വീണ്ടും 1 കൊല്ലത്തോളം എടുക്കുന്നത് വരും. സോ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് ലക്ഷ്മികാന്തിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ആൻഡ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് PYQs ആണ്. PYQs നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണോ നമ്മുടെ ബുക്കിലുള്ളത്. സോ ബുക്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ലക്ഷ്മികാന്തിൽ ഡെഫിനറ്റ്ലി കൂടുതൽ കാര്യങ്ങളുണ്ട്. സോ ഒന്നെങ്കിൽ നിങ്ങൾ മെൻറ്റർ പറയുന്നത് വെച്ച് കേട്ടിട്ട് പഠിക്കണം. പക്ഷേ അതിനേക്കാളും സ്വന്തം കണ്ടെത്തിയാണ് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ PYQs വെച്ച് നോക്കിയിട്ട് ലക്ഷ്മികാന്ത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. എൻ്റെ പൊളിറ്റിയുടെ വീഡിയോ നിങ്ങൾ പോയി കാണുവാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോയി നോക്കുകയാണെങ്കിൽ ലക്ഷ്മികാന്തിൻ്റെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു PDF കൂടി എൻ്റെ ചാനലിൽ കാണാം, ടെലിഗ്രാം ചാനലിൽ കാണാം. ഓക്കെ. അടുത്തതായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട സിലബസിൽ വരുന്ന ഏരിയാസൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് കറൻ്റ്ലി റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്. സയൻസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതല്ലാതെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവാറില്ല. ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ ആനിമൽസ്, അങ്ങനെ പല ചോദ്യങ്ങളുമാണ് വരുന്നത്. എക്കോളജിക്കൽ നീഷ്, ഈ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇത് വരിക. അതായത് ബയോളജി എൻവയോൺമെൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ചോദ്യങ്ങളാണ് എക്കോളജിയിൽ കൂടുതലും ചോദിക്കുക. അടുത്ത CSAT പോകുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. CSAT ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതിൽ നമുക്ക് പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. അങ്ങനെ 27 ചോദ്യങ്ങളാണ്, 26-27 ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. ആൻഡ് അത് കഴിഞ്ഞാൽ മാത്സ് റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ വരും. നമ്മുടെ ഈ ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് അല്ലാതെ റീസണിങ്ങിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ വരും. അതായത് ബ്ലഡ് റിലേഷൻ ഡിസൈഡ് ചെയ്യുന്ന പോലത്തെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കലണ്ടറും ക്ലോക്കും ഒക്കെ റീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക. ഈ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങളും എളുപ്പമാണ്. ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ മാത്സ് നമ്മൾ പഠിക്കാതെ CSAT ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ CSAT മാത്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൻ്റെ ഒക്കെ കൂടി ഞാനൊരു PDF അങ്ങ് എൻ്റെ ടെലിഗ്രാം ചാനലിലിടാം. നിങ്ങൾക്കൊന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് സിലബസ് എനിക്ക് കുറച്ച് പറയാനുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആദ്യം സിലബസ് പഠിക്കണം. ഈ സിലബസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ PYQസിലേക്ക് പോകണം. PYQവിൽ നിന്ന് സിലബസ് തന്നെയാണോ PYQയിൽ ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ ഏരിയാസാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. സിലബസിലുള്ള കാര്യങ്ങൾ ചില ഏരിയാസ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇത് രണ്ടും കൂടി ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇഫ് സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്ലോയിൽ പോകാൻ വേണ്ടി പറ്റും. ആൻഡ് വെൻ ദിസ് UPSC world, I think I'm going to wind up now. Hope this video helped you, and I know it's a difficult part. സിലബസ് പഠിക്കാൻ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും, ചാപ്റ്റേഴ്സും NCERTസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീർത്തിട്ട് വേണം അടുത്ത സ്റ്റേജിൽ പോകാൻ വേണ്ടിയിട്ട്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. So take care, all the best for your preparation. And 2027 ആണെങ്കിൽ you have some time with you, so you have to very carefully plan what you're going to do, and planned ആയിട്ട് മാത്രം നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് പോവുക. വരുമ്പം കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവസാനമാകുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ഉണ്ടാകും. So remember that and take care. Bye.